ആത്മീയ മനുഷ്യരാവണം. മഹിമയ്ക്ക് തുള്ളി വെള്ളം കൊടുക്കത്തില്ല, അപ്പനെ അമ്മയെ നോക്കത്തില്ല. എന്നിട്ട് കുറെ മതപരമായ ചടങ്ങുകൾ നടത്തിയാൽ നിങ്ങൾ ശുദ്ധരായെന്ന് ഞാനും നിങ്ങളും വിചാരിക്കരുത്. അതല്ല യേശുവിൻ്റെ മാർഗം. അകത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ, അകത്തുനിന്ന് വരുന്നു. വൈരാഗ്യം, വെറുപ്പ്, അസൂയ, പടലപ്പിണക്കം, പാരവെപ്പ്, കൊള്ളിവെപ്പ്, അക്രമം, കൈക്കൂലി, കൊള്ള, അഴിമതി ഇതെല്ലാം കാണിച്ചിട്ട് മതപരമായ കുറച്ച് ചടങ്ങുകൾ നടത്തിയാൽ ശുദ്ധി വന്നു എന്ന് ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല. കർത്താവ് പറയുന്നത് ആത്മാവുണരണം. ആത്മാവുണർന്നാൽ ഒരു മനുഷ്യനെ ചിന്തിക്കും, ഞാൻ ഈ പള്ളിയിൽ പോകുന്ന ഞാൻ ഈ വൈരാഗ്യത്തിൽ കിടക്കാൻ പാടില്ല. പള്ളിയിൽ പോകുന്ന ഞാൻ എൻ്റെ സഹോദരനോട് വഴക്കിട്ട് ജീവിക്കാൻ പാടില്ല. പള്ളിയിൽ പോകുന്ന ഞാൻ എൻ്റെ അയൽവക്കത്തുള്ള പാവപ്പെട്ടവന് എന്തെങ്കിലും ഗതിയില്ലാത്തവനെ സഹായിക്കാതെ